നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം 4 ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഭീതിജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്ക ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നദാൻസ് തകർക്കപ്പെട്ടു. ഇറാനെ തൊട്ടാൽ ചോര കൊണ്ട് പകരം തീർക്കുമെന്ന നയം നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ ദിവസം ഇറാനെ ആക്രമിക്കാൻ ബ്രിട്ടൻ തങ്ങളുടെ സൈനിക താവളം വിട്ടു നൽകിയിരുന്നു. ഇപ്പോ അതാ ഇതിന് പിന്നാലെ അറബിക്കടലിൽ ബ്രിട്ടൻ ആണവ അന്തർവാഹിനി വിന്യസിച്ചിരിക്കുകയാണ്. അതായത് ബ്രിട്ടൻ ഇറാനെ ആക്രമിക്കാൻ ഉറച്ചിറങ്ങിത്തിരിക്കുന്നു എന്നതിന്റെ നീക്കം അല്ലെങ്കിൽ യഥാർത്ഥ സൂചന കൂടിയാണ് UK ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇറാൻ US ഇസ്രയേൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അറബിക്കടലിൽ ബ്രിട്ടൻ ആണവ അന്തർവാഹിനി വിന്യസിച്ചത് എന്ന സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വന്നത്. ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച് HMS ആൻസൺ വടക്കൻ അറേബ്യൻ കടലിൽ എത്തിയതായാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളെ ആക്രമിക്കുന്ന ഇറാനിയൻ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് ബ്രിട്ടനിലെ താവളങ്ങൾ ഉപയോഗിക്കാൻ വെള്ളിയാഴ്ച ബ്രിട്ടീഷ് സർക്കാർ US സൈന്യത്തിന് അനുമതി നൽകിയത്. ഇതിനു പിന്നാലെയാണ് ഈ പുതിയ നീക്കവും. ഇറാനെ ആക്രമിക്കാൻ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആദ്യം നിരസിച്ചിരുന്നു. എന്നാൽ പിന്നീട് മിഡിൽ ഈസ്റ്റിലുടനീളം ബ്രിട്ടീഷ് സഖ്യകക്ഷികൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിനു ശേഷം തങ്ങളുടെ നിലപാട് UK മാറ്റുകയായിരുന്നു. US-നെ RAF ഫോറും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US-UK സംയുക്ത താവളമായ ഡീഗോ ഗാർസിയയും ഉപയോഗിക്കാൻ കഴിയുമെന്നായിരുന്നു റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് മാർച്ച് 6-ന് HMS ആൻസൺ ഓസ്ട്രേലിയ പെർത്തിലെ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടിരുന്നു. ലണ്ടനിലെ പെർമനന്റ് ജോയിന്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി ഓരോ 24 മണിക്കൂറിലും അന്തർവാഹിനി ഉപരിതലത്തിൽ എത്തുന്നു എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ശനിയാഴ്ച ഇറാൻ 2500 മൈൽ അതായത് 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർസിയ ലക്ഷ്യമിട്ടിരുന്നു. ഇറാൻ വിക്ഷേപിച്ച 2 മിസൈലുകളും ദ്വീപിൽ പതിച്ചില്ലെങ്കിലും ഇറാന്റെ കൈവശം മുമ്പ് അംഗീകരിച്ചതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഉണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ഈ ആക്രമണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ US സർക്കാർ പ്രത്യേക അനുമതി നൽകുന്നതിന് മുമ്പാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്.